ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൻ. മാളൂസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് കേട്ടോ. തികച്ചും വ്യത്യസ്തമായൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ മീൻ കറി റെഡിയാക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഇങ്ങനെ റെഡിയാക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ളൊരു ഗ്രേവി കിട്ടുകയും ചെയ്യും. അതുകൂടാതെ മീനിലോട്ട് പെട്ടെന്ന് തന്നെ പുളിയും എരിവും ഉപ്പും ഒക്കെ നല്ലപോലെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വ്യത്യസ്തമായ രീതിയിലുള്ള മീൻ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കിലോ മീന് വേണ്ടിയിട്ടാണ് കറി റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് 250 ml കപ്പിലാണ് 4 കപ്പ് എടുത്തേക്കുന്നത്. അതുകൂടാതെ 3-4 കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പുളി ഇട്ടിട്ട് നമ്മൾ ഈ വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ പുളി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പിന്നെ ഇളകി വന്നോളും. അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ പുളിയിൽ നിന്ന് പുളി നല്ലപോലെ ഇറങ്ങി വരാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ വെള്ളമാണ് കേട്ടോ നമ്മൾ മീൻകറിയിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ അത് കഴിഞ്ഞ് നിങ്ങൾ മീൻകറിയിൽ വെള്ളം യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ പുളി നമ്മളെടുത്ത് മാറ്റി വയ്ക്കും. നമ്മളിനി അടുത്ത പ്രാവശ്യം കറി ഉണ്ടാക്കുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ നോക്കിയിട്ട് പുളി ഒരുപാട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 2 കഷ്ണം കറിയിലോട്ട് ഇട്ട് വെച്ചു. അപ്പോൾ ഇത് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ പുളിയിൽ നിന്ന് പുളിരസമൊക്കെ നല്ലപോലെ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മീൻകറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു 1/3 കപ്പ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും വെളിച്ചെണ്ണ വേണം കേട്ടോ. കാരണം നമ്മൾ ഫൈനലി ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണിൽ താഴെ ഉലുവ ചേർക്കുന്നുണ്ട്. അത്രയും തന്നെ കടുകും കൂടി ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 കപ്പ് ഇഞ്ചി, 3 പച്ചമുളക് കീറിയത്, ഒരു 1/4 കപ്പ് വെളുത്തുള്ളി, ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഒട്ടും ബ്രൗൺ കളറൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയും പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് അടുപ്പിൽ വെച്ച് തന്നെ. ഞാനിപ്പോൾ പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി അല്ലാതെയാണ് ചേർക്കുന്നത്. അപ്പോൾ തീ നല്ലപോലെ കുറച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട. അതേപോലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ആണെങ്കിലും ഒന്ന് വാട്ടിയെടുത്താൽ മതി എണ്ണയിലിട്ടിട്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ അത്രയും എണ്ണ ഒഴിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഇപ്പോൾ ഇത് പൊടികൾക്കിടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച പുളിവെള്ളത്തിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വെള്ളത്തിലാണ് ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കുന്നത്. ഞാൻ ഇനിയാണ് കേട്ടോ ഇതിലേക്ക് ഡയറക്റ്റാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഈ രീതിയിൽ നമ്മൾ മീൻ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില മൂപ്പിച്ചെടുക്കില്ല. ഇതിലേക്ക് ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മീനിൻ്റെ അരപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മീൻകറി റെഡിയാക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറിന് നല്ല കൊഴുപ്പായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തപ്പോൾ തന്നെ നല്ലപോലെ വന്നിട്ടുണ്ട്. അതുമല്ല പുളിയും ഉപ്പും അതേപോലെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഫ്ലേവർ എല്ലാം മീൻ കഷ്ണത്തിലോട്ട് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി പുളിവെള്ളം ചേർത്തിട്ട് ഈ ജാറിൽ നിന്ന് നല്ലപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ മീൻകറി റെഡിയാക്കും പോലെ തന്നെ മീനിൻ്റെ കഷ്ണങ്ങൾ നല്ലപോലെ മൂടാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ആദ്യം റെഡിയാക്കി വെച്ച പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 4 കപ്പ് വെള്ളം എടുത്തതിൽ 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഉപയോഗിച്ചോളൂ. ബാക്കിത്തെ ഇവിടെ മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ അത്രയും തന്നെ ഒഴിച്ചപ്പോൾ മീൻ മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു പുളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ട് പുളി നോക്കിയിട്ട് പുളി അധികമാണെങ്കിൽ ആ പുളി എടുത്തങ്ങ് മാറ്റി വയ്ക്കുക.
അപ്പോൾ ഫസ്റ്റ് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് തുറന്ന് വെച്ച് വറ്റിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ. അപ്പോൾ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നോക്കിയാൽ തന്നെ അറിയാം നല്ല കൊഴുപ്പാണ്. അതുമല്ല കഷ്ണം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം നല്ലപോലെ മുളകൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്കിനി ഇത് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇന്ന് റെഡിയാക്കിയ മീൻകറി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ എല്ലാ മീനുകൾക്കും ഇങ്ങനെ റെഡിയാക്കാമെങ്കിലും കുറച്ച് ദശക്കട്ടിയുള്ള മീനുകൾക്ക് ഇങ്ങനെ റെഡിയാക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് പറയുക. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് വിൽത്ത സൈനിങ് ഓഫ്. ബൈ.